പ്രായം തോന്നുന്നുവെന്ന് കേൾക്കാൻ സത്യം പറഞ്ഞാൽ ആർക്കും താല്പര്യം തോന്നില്ല. അതേസമയം ഉള്ള പ്രായം തോന്നിപ്പിക്കുന്നില്ലെന്ന് കേൾക്കാൻ ഏറെ ഇഷ്ടം തോന്നുകയും ചെയ്യും. മുഖത്ത് വീഴുന്ന ചുളിവുകൾ, ചർമ്മത്തിന്റെ മുറുക്കം കുറയ്ക്കുന്നത്, മൂക്കിന് ചുണ്ടിന് വശങ്ങളിലും ചുളിവുകൾ, പ്രത്യേകിച്ചും ലോഫിംഗ് ലൈൻ, ഇത് ചിരിക്കാത്തപ്പോഴും വരയായി ഉണ്ടാവുക, കണ്ണിനടിയിൽ വീർമത, മൂക്ക് ചർമ്മം അയയുന്നതുകൊണ്ട് അല്പം വിടർന്ന് വശത്തേക്ക് വികസിച്ചിരിക്കുക, മുഖത്തെ കറുത്ത പാടുകൾ, കുത്തുകൾ, ഇവയെല്ലാം തന്നെ പ്രായമാകുന്ന ലക്ഷണങ്ങളാണ്. ഇതുപോലെ നെറ്റിയിലെ ചുളിവുകൾ, ഡബിൾ ചിൻ, കഴുത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചുളിവുകൾ, കഴുത്തിലെ ചർമ്മം അയുന്നത് എന്നിവയും നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുവരുന്നു. കൈകാലുകളിലും ഇത്തരം പ്രശ്നങ്ങൾ വരാം. എങ്കിൽ പോലും മുഖമാണ് നമ്മുടെ ആദ്യം ശ്രദ്ധയിൽപ്പെടുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഏജിങ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ചേഞ്ചുകൾ കുറയ്ക്കാനായിട്ടും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ചെയ്യുന്ന ചില പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. ഇതിന് പരിഹാരമായി പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇതിന് തൊലിപ്പുറത്ത് പുരട്ടുന്നവ മാത്രമല്ല, കഴിക്കുന്നവയും പ്രധാനമാണ്. അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും ദോഷം വരുത്തുന്നവയാണ്. ഇതിനാൽ വറുത്തതും പൊരിച്ചതുമെല്ലാം ഒഴിവാക്കി പഴങ്ങളും പച്ചക്കറികളും നട്ട്സും സീഡ്സും എല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ഇത് ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയാനായിട്ട് സഹായിക്കും. ഇതുപോലെ കുടിക്കുന്ന വെള്ളവും പ്രധാനമാണ്. ധാരാളം വെള്ളം കുടിക്കുക. ഇത് കോശങ്ങളുടെ വരണ്ട സ്വഭാവം മാറാൻ സഹായിക്കും. വരണ്ട ചർമ്മം പെട്ടെന്ന് ചുളിവുകൾ വീഴ്ത്തുന്ന ഒന്നാണ്. ഇത് കൃത്രിമ മധുരം കലക്കിയ പാനീയങ്ങളാവരുത്. മധുരം ചേർക്കാത്ത ഫ്രഷ് ജ്യൂസ്, സംഭാരം ഇനി തുടങ്ങിയ പാനീയങ്ങളാവാം. ഇതുപോലെ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുമ്പോൾ ജീരകം, പിന്നെ ഇഞ്ചി, ഇതുപോലുള്ള ആന്റി ഓക്സിഡന്റ് ഇട്ട് നമുക്ക് തിളപ്പിക്കും. അതുപോലെ മറ്റൊരു പ്രവർത്തനമാണ് മുഖത്തെ ചുളിവുകൾ നീക്കാനുള്ള പ്രധാന ഒരു വഴിയാണ് ഫേഷ്യൽ യോഗ എന്നത്. ചുളിവുകൾ വരാതിരിക്കാനും ഉള്ള ചുളിവുകൾ നീക്കാനും ഇത് സഹായിക്കും. ഫേഷ്യൽ യോഗ കൃത്യമായി തന്നെ ചെയ്യണം. അതായത് ചെയ്യേണ്ട ദിശയ്ക്ക് വിപരീത ദിശയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ഇത് ചെയ്യാനുള്ള രീതികളെല്ലാം ഇന്ന് ഓൺലൈൻ വീഡിയോകളിൽ നമുക്ക് ലഭ്യമാണ്. ഇതല്ലെങ്കിൽ യോഗയുടെ ഭാഗമായി ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മുഖത്തെ മസിലുകൾക്ക് വ്യായാമം ലഭിക്കുന്ന വിധത്തിലെ ഇറുക്കം നൽകുകയും അത്തരത്തിലുള്ള വ്യായാമ മുറകളുമാണ് ഇത് നമുക്ക് അഭ്യസിപ്പിച്ചു തരുന്നത്. മറ്റൊന്നാണ്, ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ നമുക്ക് മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശുദ്ധമായ വെളിച്ചെണ്ണ പോലുള്ള ആരോഗ്യകരമായ എണ്ണകളോ ആയുർവേദ ഓയിലുകളോ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് അടുപ്പിച്ച് ചെയ്യുന്നതും ഏറെ ഗുണകരമാണ്. ചുളിവുകൾ നീക്കം മാത്രമല്ല, ഈ മസാജ് മുഖത്തേക്കുള്ള രക്തപ്രവാഹവും വർദ്ധിപ്പിക്കുന്നു. ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഓയിൽ യൂസ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്യുന്നത് മുഖത്ത്. ചർമ്മത്തിന് തിളക്കവും പുഷ്ടിയും നൽകാൻ ഫേഷ്യൽ യോഗ നല്ലതാണ്. ദിവസവും 5 മിനിറ്റെങ്കിലും ചെയ്യുന്നതും നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ചെയ്യുവാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ, കൂടുതൽ ടിപ്സുകൾ കിട്ടുവാനായിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ so that if I upload new videos you will get notified.